ഏഴാം തവണയും UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള അഹ്ലൻ മോദി മഹാസമ്മേളനത്തിന്റെ ഒരുക്കങ്ങളാണ് ഇതുപോലെ പുരോഗമിക്കുന്നത്. സായിദ് സ്റ്റേഡിയത്തിൽ, അബുദാബിയിലെ സായിദ് സ്റ്റേഡിയത്തിൽ അൽബത്തീന വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകും. അതിനുശേഷമാണ് അദ്ദേഹം നാളെ വൈകുന്നേരത്തോടുകൂടി ഈ സ്റ്റേഡിയത്തിൽ എത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ സ്റ്റേഡിയത്തിലെ പരിപാടികൾ ആരംഭിക്കും. സാംസ്കാരിക കലാപരിപാടികളൊക്കെ നടക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 65,000-ഓളം പേരാണ് ഇതുവരെ അഹ്ലൻ മോദി മഹാസമ്മേളനത്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ UAE-യിൽ ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വരവേൽപ്പായിരിക്കും ഇത്. മാത്രമല്ല, ഏഴാം തവണ എത്തുന്ന നരേന്ദ്രമോദി മറ്റ് പല ചരിത്രങ്ങൾ കൂടി ഇക്കാര്യത്തിൽ കുറിച്ചിട്ടുണ്ട്. സന്ദർശനത്തിൽ ഏറ്റവും അധികം തവണ UAE-യിൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 34 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം 2015-ലാണ് ആദ്യമായി ഒരു പ്രധാനമന്ത്രി UAE-യിൽ എത്തുന്നത് നരേന്ദ്രമോദി. ഇന്ത്യ UAE സൗഹൃദം ഏറ്റവും ശക്തമായിട്ടുള്ള നിലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, രൂപയിൽ വിനിമയം നടക്കുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെയാണ് സെപ്പ പോലെയുള്ള വാണിജ്യ സഹകരണ കരാറുകളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. 3 തവണ UAE പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദിയെ UAE-യിലെ പ്രവാസി സമൂഹം വരവേൽക്കുന്നത്. ഏതാണ്ട് 150ഓളം പ്രവാസി സംഘടനകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും എല്ലാം കൂടെ ചേർന്നാണ് അഹ്ലൻ മോദി മഹാസമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം നാളെ ഇവിടെ ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ ഗ്ലോബൽ ഗവൺമെൻറ് സമ്മിറ്റ് ദുബായിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിൽ മുഖ്യ അതിഥിയായി തന്നെയാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. അതിനുശേഷം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിൽ ഉള്ള പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ബാബ്സ് ഹിന്ദു മന്ദിർ അദ്ദേഹം സമർപ്പിക്കുന്നു. അതും ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചടങ്ങാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അവരുമൊക്കെയായി നരേന്ദ്രമോദി ചർച്ച നടത്തുന്നുണ്ട്. ഏറ്റവും നിർണായകമാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം. മറ്റൊരു കാര്യം കൂടി, ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പോകുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരെ മോചിപ്പിച്ചു. അതിലുള്ള സന്തോഷം കൂടി പങ്കിടുന്ന വേളയിലാണ് അദ്ദേഹം ഖത്തറിലേക്ക് പോകുന്നത്. ഏതായാലും വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇതുപോലെ പുരോഗമിക്കുകയാണ്. സായിദ് സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.